മന്ത്രവാദം, കൂടോത്രം, മേലുവേദന, കഷ്ടം കഷ്ടം. ഇതൊന്നും തമാശയല്ല ആക്ച്വലി. അങ്ങനെ തമാശയായിട്ട് കൺസിഡർ ചെയ്യാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് താല്പര്യമില്ല. എന്ത് മന്ത്രവാദം, എന്ത് കൂടോത്രം, എന്തൊക്കെയാണ് ഇവർ ഈ വിളിച്ചു പറയണത്? സീരിയസ്ലി കഷ്ടം. അനുമോള് എന്താണ് അപ്പാനിയുടെ അടുത്ത് പോയിട്ട് സോറിയൊക്കെ പറഞ്ഞത് വളരെ സിൻസിയറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാലൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു. കാലൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അവർ ചെയ്തത് അത് വളരെ സിൻസിയറായിട്ട് ചെയ്ത കാര്യമാണ്. അതിനുശേഷം ഇവർക്ക് വല്ല മേലുവേദന വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടോത്രം, മന്ത്രവേദന എന്നുള്ള ചീപ്പ് നമ്പർ ഇറക്കുകയല്ല ചെയ്യേണ്ടത്. അത് തമാശക്കാണെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാണെങ്കിലും എന്ത് കോപ്പാണെങ്കിലും അങ്ങനത്തെ നമ്പറുകളൊന്നും ഇറക്കുകയല്ല ചെയ്യേണ്ടത്. മേല് വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ല മൂലയിൽ പോയി റെസ്റ്റ് എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് മേല് വേദനയെന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിയിട്ട് അടിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെയുള്ള ഡയലോഗും കൊണ്ട് വരുന്നതൊന്നും ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമൊന്നുമല്ല. മറ്റേ കഴിഞ്ഞ സീസണിൽ ഒരു ജന്മണി ഉണ്ടായിരുന്നു, എന്തുകൊണ്ടായാലും പ്രാഗ് പിടിക്കുന്ന കേസ്. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള ഈ പ്രാക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസ സെറ്റപ്പുകളൊക്കെ പറയുന്ന ആൾക്കാരോട് പണ്ട് തൊട്ടേ പുച്ഛമാണ്. എനിക്ക് സീരിയസ്ലി ഈ സീസണിൽ അപ്പാനിയൊക്കെ ഇരുന്നിട്ട് ഈ ഒരു ഐറ്റം പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് സെയിം കാര്യമാണ് തോന്നിയത്. ശൈത്യ കിട്ടു, എന്താണ് ഗെയിമാണോ ഉദ്ദേശിക്കണത്? അത് ഗെയിമായിട്ടാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചീപ്പ് ഗെയിമായിട്ടുണ്ട് ശൈത്യയുടെ. നല്ല കൂട്ടുകാരിട്ട് അനുമോളുടെ ശൈത്യ കിട്ടു. അനുമോൾക്ക് എന്താ പറയുക, ഇതൊക്കെ മനസ്സിലാവുണ്ടോ എന്തോ ശൈത്യ പുറകിലിരുന്നിട്ട് കുത്തുണ്ട് എന്നുള്ളത്. എവിടെ അറിയണേ, ആരറിയണേ? ശൈത്യ നല്ല കുത്തി കൊടുക്കുന്നുണ്ട്. നല്ല ഡബിൾ സ്റ്റാൻഡാണ് ശൈത്യ. ഇവിടെ തോളത്ത് കൈയിടുക, ഇപ്പുറത്തിരുന്നിട്ട് പോയിട്ട് എന്താണ് ശരത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്കും വയ്യായ്മ തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു. വയ്യെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. ആരാണെങ്കിലും വയ്യെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. അല്ലാണ്ട് എനിക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു, എൻ്റെ മേലിൽ തൊട്ടപ്പോൾ എനിക്ക് മേലുവേദന എടുത്തു, എന്തിനു കെട്ടെഴുന്നള്ളി വന്ന് അതിനെവിടെയെങ്കിലൊക്കെ പോയൊക്കെ ശീലം വേണം, എവിടെയെങ്കിലൊക്കെ മാറി നിന്നൊക്കെ ശീലം വേണം. ശൈത്യം തോന്നലേ മിനിഞ്ഞാന്ന് മറ്റേ ഇരുന്നിട്ട് എവിടെ ഇരുന്നിട്ട് മോങ്ങണ കണ്ടു. അപ്പോൾ നിവിൻ പോയിട്ട് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ശൈത്യം പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പുറത്ത് വീട്ടിൽ നിന്നൊന്നും മാറി നിന്ന് ശീലമില്ല. അതിൻ്റെ പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ശീലമില്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ പെട്ടെന്ന് മാറിയൊക്കെ നിന്ന് വേറെ ഒരു അന്തരീക്ഷത്തിൽ വേറെ ഒരുപാട് ആളുകളുടെ അടുത്തേക്കൊക്കെ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് അനുമോള് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വേണ്ടി പറയണോ, അത് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ശരി, സീരിയസ് ആയിട്ട് പറഞ്ഞാണെങ്കിലും ശരി, എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ സെറ്റപ്പ്, നെഗറ്റീവ് എനർജി, വാട്ട് ദ ഫക്ക് ആൻഡ് ഷിറ്റ് ഈസ് ദാറ്റ് മാൻ? അപ്പാനി ഇങ്ങനെയുള്ള ഐറ്റം പറഞ്ഞത് മോശമായി പോയി. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാല് പിടിച്ചുകൊണ്ട് വന്ന ശൈത്യയും മോശമായി പോയി. ശരിക്കും ശൈത്യം ഇവിടെ എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്തത്. എന്നിട്ട് ശരത്ത് പറയണു, അനുമോളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇല്ലാതാക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറയാതിരുന്നതാണെന്നൊക്കെ. ശരത്ത് ശരിക്കും പറഞ്ഞാൽ ശൈത്യയെ അവിടെ കുടുക്കി വിടേണ്ടതായിരുന്നു. എന്തിനാണ് ഇങ്ങനെയുള്ള ഫ്രണ്ട് അനുമോൾക്ക് വേണ്ടാന്ന് വിചാരിക്കുകയല്ലേ, നല്ല കാര്യമല്ലേ ചെയ്യേണ്ടത് ശരത്ത്? അപ്പോൾ ശരത്തിന് ചെറുതായിട്ടല്ലേ ഇങ്ങനെയുള്ള പരിപാടികളാണ് സൈഡിൽ പോവുക, ഒരു പറയുക. ശൈത്യം ഏകദേശം രണ്ടുപേരും തമ്മിൽ ചേരും കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ. ഞാനിവരെ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാട്ടോ വിമർശിക്കണത്, അല്ലാണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു സംഭവമില്ല. കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഗെയിമിംഗ് രീതിയിലാണ് ഞാൻ വിമർശിക്കുന്നത്, അത്രേ ഉള്ളൂ. കൊള്ളാം, കലക്കാൻ ശൈത്യ. പിന്നെ നമ്മുടെ ഷാരിക എവിക്റ്റായി പോയി. എനിക്ക് തമാശയിട്ട് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ, സരിക പുറത്തായ സമയത്ത് ഷാരിക പറയണ്ടായിരുന്നു, എനിക്ക് പാട്ട് മിസ്സാവും സരികയുടെ എന്ന്. ഇപ്പോൾ ബിഗ് ബോസ് നേരത്തെ മനസ്സിലാക്കിയിട്ട് വിചാരിച്ചാണ് പുറത്താക്കിയത് തോന്നുന്നു. ഷാരിക സങ്കടപ്പെടണ്ട, പുറത്ത് പോയിട്ട് സരികയുടെ വീട്ടിൽ പോയിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് എവിക്റ്റായി വിട്ടാണ് തോന്നുന്നു. ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞാണ്. ഷാരിക ആക്ച്വലി ഇവർ രണ്ടുപേരുടെ ഒരേ പേരും വെച്ച് ഇറങ്ങിയിരിക്കുക. എന്താണ് ഷാരിക എങ്ങനെ പുറത്താകുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു ഇതിൽ അവരായിരുന്നില്ല പുറത്താവുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. കാര്യം അവർ കളിക്കുന്നത് ശരിയോ തെറ്റായിട്ടുള്ള രീതിയോ എന്തോ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് അവർ ആക്റ്റീവാണ്. അവർ അതിൻ്റെ അകത്ത് പോയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവർ സേഫ് സോൺ അടിച്ചിരിക്കുക എന്നുള്ള പരിപാടിയൊന്നും അവർ നിന്നിട്ടൊന്നുമില്ല. അവർ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്റ്റീവ് ആയിരുന്നു. ഷി വാസ് ആക്റ്റീവ് ഇൻ ദ ഹൗസ്. ബട്ട് വാട്ട് അബൌട്ട് ശൈത്യ? ഐ ഡോണ്ട് നോ വൈ. ലാസ്റ്റ് ടൈം അവർ രക്ഷപ്പെട്ടു, ഇത്തവണ അവർ രക്ഷപ്പെട്ടു. ഐ ഡോണ്ട് നോ വൈ ദേ ആർ സ്റ്റിൽ
staying there in the house. I don't know why people like them as a contestant. നോക്കുമ്പോൾ ഷാരികയുടെ ആറ്റിറ്റ്യൂഡ് മേ ബി ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് വോട്ട് കുറഞ്ഞത്. ശൈത്യ പിന്നെ അധികം അവിടെ ഇതില്ലാത്തത് കൊണ്ട് പാവമേ എന്ന് വിചാരിച്ചിട്ട് കമ്പാരിറ്റീവ്ലി പാവമായതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കൊടുത്തതാണ് തോന്നുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ ഹേറ്റ് കൊണ്ട് പറയണതല്ല. ഞാൻ ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയണതാണ്. ഒരു കണ്ടസ്റ്റൻസിനെ അവരുടെ ഗെയിമിനെയാണ് ഞാൻ വിമർശിക്കുന്നത്, എന്നോട് പേഴ്സണലി അല്ല. അതങ്ങനെ ആരും വിചാരിക്കേണ്ട. ഇനി അടുത്തത് ആര്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്ടാ കുട്ടിയെ കാട്ടണേ, ആര്യം കുട്ട എന്താണ്ടേ ഗാണ്ടനെ ഗാണ്ടി ആര്യം കുട്ടൻ ഏറി പോവോ പറയാൻ പറ്റില്ല കേട്ടാ. ഏറിൽ പോണ ലക്ഷണമൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് ആര്യൻ. ഒന്നാമത് ആര്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ അകത്ത് ഇപ്പോൾ സംസാരിക്കുന്ന ഒരു പരിപാടികളൊക്കെ ആണെങ്കിലും രീതികളൊക്കെ ആണെങ്കിലും ഓൾറെഡി മൂപ്പരുടെ ഈ നെല്ലപ്പാട്ടിനെ കുറിച്ചിട്ട് ഇന്നലെ നല്ല ഊക്കി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ. മൂപ്പര് എക്സ്പോസ്ഡ് ആയി. പിന്നെ ഈ പറഞ്ഞ എന്താണ് ചെരുപ്പ് ഊരി എറിയുക പരിപാടികൾ അതിനോൾ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് മൂപ്പര് ചെയ്യണത്. ഇന്നും ഒരു തല്ലിപ്പൊളി പരിപാടി മൂപ്പര് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. മൂപ്പർക്ക് ഊക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഡിസേർവ് ചെയ്യുന്ന ഊക്കാണ് കിട്ടിയത് ആര്യന്. തൊപ്പി വെച്ചങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചോണ്ട് മൂലയ്ക്ക് പോയി ഇരിക്കണം. അല്ലാതെ കയറിയിട്ട് എന്താണ് കുളിക്കുമ്പോൾ ഇടണോ തൊപ്പി ലാലേട്ടൻ, ഉറങ്ങുമ്പോൾ ഇടണോ തൊപ്പി ലാലേട്ടൻ, ടാസ്ക് കളിക്കുമ്പോൾ ഇടണോ ലാലേട്ടൻ. അത് ലാലേട്ടൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ രീതിയിൽ നിന്ന് അങ്ങ് വിട്ടു. അല്ല സൽമാൻ ഖാനോ അല്ലെങ്കിൽ വേറെ വല്ല ആങ്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ആട്ടി ചട്ടിയിൽ മൂത്തവും പോയി ചിലപ്പോൾ 2 കാട്ടവും പോയിട്ട് അവിടുന്ന് നാണം കെട്ട് എണീച്ച് ഓടേണ്ടി വന്നിട്ടുണ്ടാവും. എന്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഈ ആര്യനൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. വളരെ മോശം. ആര്യ വിചാരിക്കണ പോലെ അല്ല. ഇങ്ങനെ ലാലേട്ടനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാൽ ആരും വന്നിട്ട് ആര്യനെ തല്ലിക്കൊല്ലൊന്നുമില്ല. പക്ഷെ എന്നാലും വളരെ മോശമാണ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് എടുത്ത് കാണിക്കുന്നത്. ലാലേട്ടനൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും ദേഷ്യപ്പെട്ടാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ലാലേട്ടനൊക്കെ അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ കണ്ട് വളരെ സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ പെരുമാറി കൺസിഡർ ചെയ്യുന്നൊരു മനുഷ്യനാണ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരാളൊന്നുമല്ല. എപ്പോഴും മോനെ എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരാളാണ്. അയാളെയൊക്കെ പോയിട്ട് കളിയാക്കുന്ന രീതിയിൽ വർത്തമാനം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് ചിലപ്പോഴേ ആര്യനുള്ള സപ്പോർട്ടും കൂടിയും കുറയും. വോട്ടും കിട്ടില്ല, ഒരു കുണ്ടിയും കിട്ടാൻ വേണ്ടിയിട്ട് പോണില്ല. അല്ല സീരിയസ്ലി, ഇപ്പം ആര്യൻ്റെ അടുത്ത് ഇപ്പം നീ തൊപ്പി ഇട്ടിട്ട് കുളിക്കുമ്പോഴും നീ തൊപ്പി ഇടണം, ഉറങ്ങുമ്പോഴും നീ തൊപ്പി ഇടണം, നീ അപ്പി വരെ ഇടുന്ന സമയത്ത് തൊപ്പി ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് തൊപ്പി ഇട്ട് ഇരിക്കേണ്ടി വരും. 24x7 തൊപ്പിയിട്ടിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ 100 ദിവസം അതിൻ്റെ അകത്ത് നീ നിന്നോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇരുന്നിട്ട് നീ തൊപ്പിയിട്ടിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പുറത്ത് പോയിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ നീ തൊപ്പിയിടാൻ വളരെ എന്താ പറയുക നിർബന്ധിതനാവും. അത് ലാലേട്ടനാണെങ്കിലും ലാലേട്ടൻ അത് ചോദിച്ചു, നീ എന്നെ വലിച്ചതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ കാരണം അതാണ്. ലാലേട്ടന് മനസ്സിലായി, ലാലേട്ടനെ കളിയാക്കിയ പോലെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു ലാലേട്ടന് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. എന്ത് തല്ലിപ്പൊളി പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. കഷ്ടം, വളരെ മോശം, വെരി ബാഡ് ആറ്റിറ്റ്യൂഡ് ഫ്രം ആര്യൻ. നുണ പറയുന്ന ഒരു സൈഡിൽ കൂടെ മുട്ടയടിക്കാൻ അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞു കേട്ടോ, എന്താണ് എൻ്റെ ഒരു മുട്ട വന്നത്, അത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. കഷ്ടം, എന്തൊക്കെയൊക്കെയോ ചെയ്യണ്ടായിരുന്നു. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമ്മുടെ ആതിര നൂറ കരയുണ്ടായിരുന്നു. എന്താണ് ആരാ പറഞ്ഞെനിക്ക് ക്ലിയർ ആയില്ല. അവരോട് എന്താണ് മിണ്ടണ്ടാന്നോ ആരോ എന്തോ പറഞ്ഞത്രേ. അതാര് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആര് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായി പോയി. എന്താണ് അതില 100 അടുത്ത് അവിടെ ഏത് കണ്ടസ്റ്റൻറ്റ് വേണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആർക്കാ പ്രശ്നം? എന്താ, ദേ ആർ ഓൾസോ ഹ്യൂമൻ. അവർ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന കുട്ടികളല്ല. വളരെ നല്ല നീറ്റായിട്ടുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവരെന്തോ ഒരു ആക്റ്റീവ് ആണെന്നുള്ളതൊക്കെ വേറെ വിഷയം. നല്ല കുട്ടികളാണ് അവർ, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, അവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നവരാ. പിന്നെ ഈ ലെസ്ബിയൻ കപ്പിൾ ആണെന്നുള്ള രീതിയിലാണോ അവർ വേർതിരിച്ചിട്ട് കാണുന്നത്? വളരെ മോശമായി പോയി. അങ്ങനെ പറഞ്ഞത് ആരാണെന്നുണ്ടെങ്കിലും എനിക്കറിയില്ല. അതെന്ത് അറിവില്ലായ്മയുടെ പുറത്ത് പറഞ്ഞായിരിക്കും എന്നുള്ള രീതിയിലേ പറയാനുള്ളൂ. അതിനോട് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും സീരിയസ്ലി കഷ്ടം. അത് ആരാ പറഞ്ഞത് ആക്ച്വലി? അവരോട് മിണ്ടണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഏത് കണ്ടസ്റ്റൻറ്റിനോട് ആരാണ് ആക്ച്വലി പറഞ്ഞത്? എനിക്കറിയില്ല. അങ്ങനെ അത് പറഞ്ഞിട്ടാണ് അവർ വിഷമിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കും ആക്ച്വലി ഒരു വിഷമം തോന്നി. ബിക്കോസ് നല്ല കുട്ടികളല്ലേ, എന്ത് ഉപദ്രവമാണ്. അവരവരുടേതായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരാളാണ്.
ലെറ്റ് ദം ലീവ്. അങ്ങനെയല്ലേ? പോട്ടെ. ഇനി അടുത്തത് അക്ബറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അക്ബർ ഇന്ന് നൈസായിരുന്നു കേട്ടോ. അക്ബറിൻ്റെ പാട്ട് കല്ലക്കം പാട്ടുകളായിരുന്നു. എന്താ പറയുക, നല്ല രസമുണ്ട്, നല്ല താളം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു അക്ബർ. അക്ബറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അക്ബർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അക്ബർ. പക്ഷേ അക്ബറിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹളം വെപ്പും തെറിവിളിയും പരിപാടികളൊക്കെയാണ്. പിന്നെ ഈ അനീഷിൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ട് ഇങ്ങനെ നടക്കുക. അത് അനീഷല്ല സോറി അതിൻ്റെ ശരത്തിൻ്റെ ഒപ്പം കൂട്ടുകൂടിയിട്ട് നടക്കുക. അത് അക്ബറിനും ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും എന്നുള്ളതാണ്. പക്ഷേ മൂപ്പര് ഈ പറഞ്ഞ ശരത്തിൻ്റെ കൂടെ നിൽക്കുക, ശരത്തും ഗുണം പിടിക്കുന്നില്ല, അക്ബറും ഗുണം പിടിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതങ്ങനെ. ഇനി ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഷാനവാസ് നിന്ന് നാറി തിരിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഷാനവാസിനെ എനിക്ക് ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ചെങ്ങായുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കണ ഒരു ചീപ്പ് കളിയാണ്. എന്താണ് മറ്റേ ആദ്യം തന്നെ ഗിസൈലിൻ്റെ വസ്ത്രത്ത് കയറി ഇടപെട്ടിട്ട് നോമിനേറ്റ് ചെയ്തു. അവിടെ തന്നെ പാളിപ്പോയി, അമ്മാവൻ പരിപാടി കളിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം നോട്ടം അല്ല എന്നുള്ളൊരു സാധനം അത് ഗിസൈലിനെ പിടിച്ചിരുത്തി ഗിസൈലിനോട് എന്താണ് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല കേട്ടോ എന്നുള്ള രീതിയിൽ കാര്യമായിട്ട് സീരിയസ് ആയിട്ടിരുന്ന് പറയാ പുള്ളി. അതൊന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചു. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ പതറി. കാരണം ഷാനവാസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇങ്ങനെ ചോദിക്കുന്നത്. അലമ്പായില്ലേ, ഇതെന്ത് മോശമാണ്. അത് അക്ബർ ആണെങ്കിലും അത് കേട്ടിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടാവും. എന്താണ് അവരുടെ ഫാമിലി ഇത് കാണുന്നുണ്ട്. എന്തൊരു അവസ്ഥയത്. ഇതെന്ത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഷാനവാസ് ഇത് കളിക്കുന്നത്? ഇങ്ങനെയുണ്ടോ ഒരു അമ്മാവൻ എക്സ്ട്രീം ലെവൽ പ്രോ മാക്സ്? ഒന്നൊരു ബോധം വേണ്ട. ഞാൻ ചിന്തിക്കുന്നത് അതാണ്, ഷാനവാസിന് ബോധമില്ലേ ഇതൊരു ഷോ ആണ്. 74 ക്യാമറയോളം ആക്ച്വലി ഉണ്ട്. ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്, എപ്പിസോഡ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പിസോഡ് പോകുന്നുണ്ട്, പ്ലസ് പോകുന്നുണ്ട്, ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ കണ്ട ആളുകളുടെ മുമ്പിലാണ് നമ്മൾ ഈ സാധനം പറയുന്നത്. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അലിഗേഷൻസ് ഒക്കെയാണ് ഓരോ ആൾക്കാർക്കെതിരെ വെക്കുന്നത്. അപ്പോൾ അതൊന്നും ചിന്തയില്ല തോന്നിട്ട് മൂപ്പര് മറന്ന്. അത് പൊതുവെ അങ്ങനെയുള്ളൂ. 20 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഉള്ള കാര്യമൊക്കെ മറക്കും. പിന്നെ അങ്ങ് അവനവൻ്റെ ഒരു തൊലിഞ്ഞ ആശയമൊക്കെ വെളിയിലേക്ക് വരുന്നതിൻ്റെ വരവാണ് ഈ കാണുന്നത് നമ്മൾ. മോശമാണത്, ചെയ്യാൻ പാടില്ല. എന്തൊരു പരിപാടി, അത് വിളിച്ചിരുത്തി പറയുക എന്നൊക്കെ പറയുന്നത്, അതും പറയാൻ പറ്റിയ സാധനം, പറയാൻ പറ്റിയ കാര്യവും, സാധനം എന്നല്ല കാര്യം, പറയാൻ പറ്റിയ കാര്യവും ഗിസൈലിനെ വിളിച്ചിരുത്തുന്നു. ഇത് നിന്നോട് നോട്ടം ചുരുവല്ല. വളരെ മോശം. ഇന്നത്തെ ഒരു പുരോഗമന ആശയം അല്ലെങ്കിൽ പുരോഗമന സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അത് പോയിട്ട് പറയാം. കഷ്ടമല്ലാണ്ട് എന്ത് പറയാനാണ് കൂടുതൽ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. വേറെ എന്താണ് കാര്യമായിട്ട് പറയാനുള്ളത്? ദാറ്റ്സ് ഇറ്റ്. ബൈ.